ഞാനൊരു ഓർക്കുകയാണ്, ഒരു 27 വർഷം മുമ്പ് ജോയ്സ് അച്ഛൻ ഇതുപോലെ ഒരു നിരാഹാര സത്യാഗ്രഹം നമ്മുടെ അങ്കമാലി ടൗണിൽ നടത്തി. ചാരായ നിരോധനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു. അച്ഛൻ കാഞ്ഞൂരുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് വന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ആ നിരാഹാര സത്യാഗ്രഹം വിജയിച്ചു. അന്യ ചാരായ നിരോധനം നടത്തി. എനിക്ക് തോന്നുന്നത് ജോയ്സ് അച്ഛൻ തീർച്ചയായിട്ടും ഈ നടത്തുന്ന ഈ സമരം വിജയിക്കും. അതിനുള്ള സൂചനകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അച്ഛന് ആശംസകൾ അർപ്പിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്, അനുസരണയില്ലാത്തത് ഞങ്ങൾ അച്ഛന്മാരല്ല, നിങ്ങളും അല്ല, പിതാക്കന്മാരാ. മാർപ്പാപ്പ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഡിവിഷൻ ഉണ്ടാക്കരുത്, യൂണിഫോർമിറ്റിക്ക് വേണ്ടിയിട്ട് യൂണിറ്റി കളയരുതെന്ന് പറഞ്ഞു, ഐക്യം കളയരുതെന്ന് പറഞ്ഞു. മാർപ്പാപ്പ പറഞ്ഞ അതനുസരിക്കാതെ, മാർപ്പാപ്പ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായ നൻഷിയോ സെനറ്റിനെ അഭിപ്രായം ചെയ്തുകൊണ്ട് ഇതന്നെ പറഞ്ഞത്, ഐക്യം കളഞ്ഞുകൊണ്ട് ഐക്യം കളഞ്ഞുകൊണ്ട് ഐക്യരൂപ്യം പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതാണ് നടന്നത്. ഈ പിശാചിൻ്റെ പേരെന്നറിയോ? ആഗേൽ കർസ എന്ന് പറയും. ഞങ്ങൾ സുറിയാനി പഠിച്ചുള്ള പറഞ്ഞ ആഗേൽ കർസ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കഷണിച്ച് ഭക്ഷിക്കുന്നവൻ. പിശാചിൻ്റെ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നുള്ള നമുക്കറിയാതെ പ്രതീസയിൽ തുടങ്ങിയതാ പരിപാടി. എവിടെയൊക്കെ ഐക്യം തകർക്കുന്നുവോ അത് പിശാചിൻ്റെ പണിയാണ്. ഇന്നലെ നമ്മുടെ യുവജനങ്ങളിൽ ഒരാൾ പറഞ്ഞു, പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം അവിടെയുണ്ട്, വെറുക്കുമ്പോൾ ദൈവം ഇല്ല. അപ്പോൾ ദൈവമില്ലാത്ത ഒരു രീതിയിലേക്കാണ് അനൈക്യം, അന്തർചിത്രം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോഴത്തെ നമ്മുടെ നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നീട്ടി പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ജോയ്സ് അച്ഛൻ പറഞ്ഞ എൻ്റെ പേര് പറയരുത്, ഇത് എല്ലാവരുടെയും കൂടി ഒരു പ്രസ്ഥാനമാണ്, അച്ഛൻ നിമിത്തമായി തീർന്നുള്ളത്. അപ്പം അച്ഛനും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കുമ്പോൾ ഇന്ന് വർഗീസിനെ കാണായിരുന്നു അവിടെ പുറത്ത്, അവിടെ ഇരുന്ന് കസേരയിരുന്ന് ഉറങ്ങുകയാണ്. ഇപ്പം രാത്രിയും പകലും ഉറക്കമില്ലാതെ പ്രവർത്തിച്ചവരാണ്. നമ്മൾ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ആരോടും വിരോധമല്ല. ജോയ്സ് അച്ഛൻ ഒരു ദിവസം പറഞ്ഞാൽ ഓർക്കുകയാണ്, നമ്മൾ പിതാക്കന്മാരുടെ ആരോടും നമുക്ക് വെറുപ്പില്ല, നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട്, പോരായ്മകൾ തിരുത്താൻ വേണ്ടിയിട്ട്, സഭയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമത്തിലേക്ക് നമ്മുടെ കൂടെ അവരും വരണമെന്നുള്ള ആ അഭ്യർത്ഥന അച്ഛൻ പറയുകയുണ്ടായി. അത് ഞാൻ ആവർത്തിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഈശോ പ്രാർത്ഥിച്ചില്ലേ, പിതാവേ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ എന്നെ വിശ്വസിക്കുന്നവരൊന്നായിത്തീരണം. അങ്ങനെ ഒന്നായിത്തീരാൻ വേണ്ടിയിട്ട്, ഒരുമയുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ അജിയച്ഛനെ പോലെയുള്ളവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് വലിയ ഭാഗ്യമാണ്. അപ്പോൾ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നമ്മുടെ സമരം ആർക്കും എതിരായിട്ടല്ല, സത്യത്തിനും നീതിയും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സമരത്തിൽ മുൻകൈയെടുത്ത എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ജോയ്സ് അച്ഛന് നന്ദി, നമസ്കാരം.